നല്ലപോലെ പടർന്ന് പന്തലിച്ച് നിന്നിരുന്ന ഒരു ബൊഗൈൻവില്ലയാണ്. നല്ലൊരു പിങ്ക് കളറിലെ പൂക്കളാണ്, നിറയെ പൂവിടുമായിരുന്നു. പക്ഷേ ഈ വേനൽ മഴ കിട്ടിയപ്പോഴേക്കും ബൊഗൈൻവില്ല ആകെ തളർന്നു കുത്തിപ്പോയിട്ടാ. പൂക്കളൊക്കെ ഉണങ്ങിയ പോലെയായി, ഇലകളൊക്കെ വാടിത്തുടങ്ങി. അപ്പം ഞാൻ കരുതി അങ്ങനെ നിന്നാൽ ഇനി പൂവുണ്ടാവുമ്പം അതിനൊരു വൃത്തി ഉണ്ടാവില്ല. എന്നാലൊന്ന് വെട്ടി ഒതുക്കി കൊടുക്കണമെങ്കിൽ പുതിയ ശിഖരങ്ങളും തളിർപ്പുകളും വന്ന് പുതിയ പൂക്കളും നിറയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചട്ടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് അതിൻ്റെ അടുത്ത് ഞാൻ ഓർക്കിഡിൻ്റെ ഒരു ചട്ടി കൊണ്ടുവന്ന് വെച്ചിട്ടാണ്. ഓർക്കിഡ് ഒരു പഴയ വേരിൽ, എനിക്ക് തോന്നുന്ന ഒരു 30 വർഷം പഴക്കമുള്ള ഒരു മരത്തിൻ്റെ വേരായിരുന്നു. ഞങ്ങൾ വീട് വെച്ചപ്പോൾ എടുത്ത ഒരു വേരാണ്. അപ്പോൾ ആ വേരിൽ ഞാൻ ഡെൻഡ്രോബിയോം ഡാൻസിങ് ലേഡിയും വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മരട്ടീന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അവിടെ ടെറസിൽ ഇതുപോലെ തന്നെ ചെടികൾ നട്ടിരുന്നതാണ്. അപ്പോൾ അവിടുന്ന് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോഴേക്കും ഞാൻ ഈ വേര് കളഞ്ഞില്ല, അതും കൂടെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കളയാനൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതിൽ ഓർക്കിഡ് വെക്കാമല്ലോ എന്ന് കരുതിയാണ് ഞാൻ കൊണ്ടുവന്നത് കേട്ടോ. വച്ച ഓർക്കിഡെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഡാൻസിങ് ലേഡി ആണെങ്കിലും ഡെൻഡ്രോബി ആണെങ്കിലും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അത് ഫ്ലവർ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ബനാന പീലിൻ്റെ ഫെർട്ടിലൈസർ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇനി കൊടുത്തിട്ടില്ല ഇതുവരെ. ചട്ടികളെല്ലാം മതിലിനോട് ചേർത്ത് ഒതുക്കി വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടുത്തെ ക്ലീനിങ് ആയിരുന്നു പരിപാടി. മതിലിൽ നിന്ന് പൊളിച്ച് കളഞ്ഞ കുറേ ന്യൂസ് പേപ്പറുകളും പിന്നെ ചവറുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കളഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അടുത്ത ഗാർഡനിങ് പരിപാടിയിലേക്ക് കടന്നു. ഒരു പൈപ്പിൽ നിന്ന് ചെടി വരുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് ഞാൻ കുറച്ചായി വിചാരിക്കുന്നു കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണിത് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല മനസ്സിൽ. അത് കാരണം ചെയ്തു തുടങ്ങി 2-3 തവണ മാറ്റി ചെയ്യേണ്ടി വന്നു. എന്നാലും ലാസ്റ്റ് ആയപ്പോഴേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് ഞാൻ എടുത്തത് ഇത് ഒരു PVC പൈപ്പാണ്. നമ്മൾ ടാപ്പ് വേറെയാണ് കേട്ടോ. ടാപ്പ് ദ്രവിച്ചു പോയ ടാപ്പ് കളഞ്ഞതാണ് ജൂഡ്സൺ. ഞാനത് എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ ചുറ്റിയിട്ട് ഈ പൈപ്പിൻ്റെ L ഷേപ്പിലെ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ടാണ് ഇത് ഫിറ്റ് ചെയ്തത്. നമുക്കെല്ലാം സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ. എന്നിട്ട് അതിനൊരു യെല്ലോ കളറിലെ പെയിൻറ്റ് അടിച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ അതിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് വെച്ചത് മണി പ്ലാന്റ് ഉണ്ടല്ലോ, ഗോൾഡൻ പോത്തോസിൻ്റെ ഒരു ചട്ടിയാണ്. നിറയെ പന്തലിച്ച് നിൽക്കുന്ന പോലെ, നല്ല പടർന്ന് നിൽക്കുന്ന പോലത്തെ ഒരു ചട്ടിയാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഒരു വടിയുടെ കഷ്ണം ഞാൻ വെച്ചിട്ട് അത് സെറ്റ് ചെയ്തെങ്കിലും എനിക്ക് ആദ്യം വെച്ച തൃപ്തിയായില്ല കേട്ടോ. ചട്ടിയും ചെടിയും തമ്മിലുള്ള ഗ്യാപ്പ് കുറവായിരുന്നു. പിന്നെ ഞാൻ ചട്ടിയുടെ അടിയിൽ നിന്ന് ഇഷ്ടിക മാറ്റി താഴെ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ചപ്പോഴേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ പൈപ്പിൽ നിന്ന് മണി പ്ലാന്റ് ആണ് വരുന്നതെന്ന് പറയാമല്ലോ.